500 രൂപയ്ക്കകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കേണ്ട കുറച്ച് ഗാഡ്ജറ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗാഡ്ജറ്റ് സീരീസ് തായ്വാനിൽ നിന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്ത ഗാഡ്ജറ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടൺ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അടിപൊളി ഗാഡ്ജറ്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല യൂസ് ഉള്ള ഗാഡ്ജറ്റാണ്. ഒന്നാമത്തത് ഫിഡ്ജറ്റ് പെൻ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു പേന പോലെ ഇരിക്കുന്ന ഒരു പേനയാണ്. കണ്ടോ, ഇതൊരു നോർമൽ പേനയല്ലേ, അതാ നിങ്ങൾക്ക് എഴുതാനൊക്കെ പറ്റും. കണ്ടോ, കയ്യിലൊക്കെ എഴുതാൻ പറ്റി. സോ ഈ ഒരു പേനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പരീക്ഷയ്ക്ക് ഇരിക്കുകയാണെന്ന് കരുതിക്കോ, പരീക്ഷയ്ക്ക് ഇരിക്കുകയാണ്, നിങ്ങൾക്കൊരു മണ്ണും അറിഞ്ഞുകൂടാ. ഈ ഒരു പേനയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5 മണിക്കൂർ ബോറടി മാറ്റാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേനയെ നമുക്ക് പല പീസായിട്ട് ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, ഈ പേനനെ ഊരിയെടുക്കുന്നത് പോലെ തന്നെ ഈ പേനയുടെ കൂടെ നമുക്ക് കുറേ ബോളും നട്ടും ബോൾട്ടും ഇതേപോലത്തെ സാധനങ്ങൾ കിട്ടും. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആ പേനയിൽ നിന്ന് ഊരിയ ഒരു സിലിണ്ടർ ഞാൻ എടുത്തു, എന്നിട്ട് ഇതായി മുത്തൊട്ടിച്ചു, എന്നിട്ട് അടുത്തൊരു ബോൾ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ഇങ്ങനെ ഒട്ടിക്കുക പറക്കുകയൊക്കെ ചെയ്തിട്ട് പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അവരൊരു കാർഡ് തന്നായിരുന്നു, ആ കാർഡ് അവിടെ പോയാൽ തോന്നുന്നു. ആക്ച്വലി അപ്പോൾ നമ്മുടെ പേനത ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ആവശ്യം കഴിയുന്ന സമയത്ത് ഈ സിലിണ്ടറിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് പേനയായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സമയമൊന്നും കളയാതെ നിങ്ങൾക്ക് ജോളിയായിട്ട് പരീക്ഷയൊക്കെ ഒന്നും എഴുതാതെ വെറുതെ ഇരുന്നിട്ടൊക്കെ വരാം. നമ്മളെല്ലാവരും ചാർജിങ് കേബിളുകൾ വാങ്ങാറില്ലേ? ഈ ചാർജിങ് കേബിളുകളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒന്നിൽ അത് മറ്റേ ചുറ്റിപ്പോവാത്ത ചാർജിങ് കേബിളായിരിക്കും, എന്നാൽ അതിനകത്ത് ചാർജിങ് സ്പീഡ് കാണില്ല. അല്ലെങ്കിൽ ചാർജിങ് സ്പീഡ് കാണും, പക്ഷെ ഭയങ്കരമായിട്ട് കുരുക്ക് വീഴുന്നതായിരിക്കും. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഈ ഒരു കേബിൾ. ഈ ഒരു കേബിൾ നമ്മൾ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇത് ചുറ്റിക്കെട്ടിയത് ഇങ്ങനെ അങ്ങ് വന്നിരിക്കും. ഇതാണ് സംഭവം, ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 65 വാട്ട്സിൻ്റെ PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഇത് ടൈപ്പ് സി പോർട്ടാണ്. ഇതിൻ്റെ ടൈപ്പ് സി അല്ലാതെ ടൈപ്പ് എ ടു ടൈപ്പ് സിയോ അല്ലെങ്കിൽ ലൈറ്റ്നിങ് ടു ടൈപ്പ് സിയോ ഒക്കെ നമുക്ക് കിട്ടും. ഇതാവുമ്പോൾ നമ്മൾ ഈ 2 എൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കുള്ള ഭാഗത്ത് ഇങ്ങനെ അങ്ങ് കിടന്നോളും. യൂസ് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ചുറ്റിക്കെട്ടി നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാം. അടുത്ത ഗാഡ്ജറ്റ് ആണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേപ്ലറിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ. സ്റ്റേപ്ലർ നമ്മുടെ പേപ്പറിൽ ഓട്ടയൊക്കെ ഇട്ട് നശിപ്പിച്ച്, അതുപോലെ തന്നെ സ്റ്റേപ്ലർ ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേപ്ലറാണ്. ആൻഡ് ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതേപോലുള്ള ചെറിയ പേപ്പർ ക്ലിപ്പ് കിട്ടും. ആൻഡ് ഈ ഒരു സ്റ്റാപ്ലറിന് പുറകിലായിട്ട് നമ്മൾ ഈ പേപ്പർ ക്ലിപ്പ് വെച്ചതിന് ശേഷം ഒന്ന് തള്ളി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കയറും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആ സാധനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ സ്റ്റേപ്ലർ പോലെ തന്നെ ഒരു സാധനമുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്ന് തള്ളി കൊടുത്താൽ മതി. ഇത് പേപ്പറാണ്, നിങ്ങൾ കരുതിക്കോ. ഞാനിതിങ്ങനെ വെച്ചു, എന്നിട്ട് കണ്ടോ, ഓക്കെ, ഇതേപോലെ നമുക്ക് ക്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. യൂസ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ക്ലിപ്പിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാനും പറ്റും. സിമ്പിൾ സാധനം. ആൻഡ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ പേപ്പറൊന്നും ഇല്ലാണ്ടാവാണ്ട് നിങ്ങൾക്ക് ഒരു ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യേണ്ട സാധനം. എനിക്കൊന്ന് 200 രൂപയ്ക്കകത്തേ വരുള്ളൂ. നമുക്ക് 2 എണ്ണം കിട്ടും, കുറേ പിന്നും കിട്ടും. അടുത്ത സാധനം ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് കരുതിയ സാധനം ഗാഡ്ജറ്റ് സീരീസിൻ്റെ പേരിൽ ഞാൻ വാങ്ങിച്ചു ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് ലാമ്പ്. അതായത് നമുക്ക് സൂര്യൻ്റെ വെട്ടം പോലെയൊക്കെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാമ്പാണ് സൺലൈറ്റ് ലാമ്പ്. നമുക്ക് 4-5 പീസായിട്ടാണ്ടേ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ സൺലൈറ്റ് ലാമ്പ്. ഇതിൻ്റെ കൂടെ നമുക്ക് റിമോട്ടും കൂടി കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ഒരു എൻഡിനെ നമ്മൾ ഏതെങ്കിലും ഒരു പവറിലോട്ട് കണക്ട് ചെയ്യണം. പവറാണ് ഇവിടെ ഇല്ലാത്തത്. ആരോമലേ മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. നമ്മളിത് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക. വാവ്, കണ്ടോ, ഇത് സൂര്യപ്രകാശം ആവുന്നില്ലല്ലോ. ലൈറ്റ് എല്ലാം ഒന്ന് അണച്ചേ, നമുക്ക് ലൈറ്റ് അണച്ച് ടെസ്റ്റ് ചെയ്യാം. കൊള്ളാം. നിങ്ങൾക്ക് ഇങ്ങനെ മുഖത്തോട്ടൊക്കെ ലൈക്ക് ഈ റീലിലൊക്കെ കണ്ടിട്ടില്ല, മുഖത്തോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചില ലാമ്പിള്ളേർ എന്ന് വെച്ചാൽ ഭയങ്കര ലുക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഹായ് മാലിനി, നീ അവളെ വഴക്ക്. ഇതാണ് ലാമ്പ്. ഇതിന് ഭയങ്കര ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ക്വാളിറ്റി കൂടിയ വേർഷനും ഉണ്ട്. നമുക്കിപ്പോൾ ക്വാളിറ്റി കൂടിയ വേർഷനൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതിനകത്ത് റെയിൻബോ വരും കേട്ടോ, അടിപൊളി. എൻ്റെ പുറകിലോട്ട് ഞാനിത് അടിച്ചങ്ങ് വയ്ക്കാം. പുറകിലോട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഓ വാവ്, നൈസ് കളർ. നമുക്ക് വേറെ കളറാക്കാം, ബ്ലൂ ആക്കാം. ഓ നൈസ്. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല സുഹൃത്തുക്കളെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണ് അവസാനത്തെ ഗാഡ്ജറ്റ്. അല്ല, ഞാൻ നിങ്ങൾക്കൊരു ബ്രഷും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചു പിള്ളേർക്കുള്ള ബ്രഷാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരോ കൊച്ചു കുരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ബ്രഷാണ്. ഇതെന്താ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രഷിൽ കടിച്ച് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഇതെങ്കിലും പെട്ടെന്ന് ക്ലീനായി കിട്ടിക്കോളൂ. ഇവന്മാർക്ക് പല്ല് വയ്ക്കാൻ ഭയങ്കര മടിയല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വായിൽ വെച്ച് കൊടുത്തിട്ട് ടൂത്ത് പേസ്റ്റ് വെച്ചാൽ മതി, ഈസി ആയിട്ട് പല്ല് തേക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗാഡ്ജറ്റാണ്. ഗാഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, ടൂത്ത് ബ്രഷ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാഡ്ജറ്റുകൾ എന്ന് പറയുന്നത്. ആമസോണിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് പോയതിന് ശേഷം പർച്ചേസ് ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇതിനെ നിങ്ങൾക്ക് തരുന്നൊരു ടാസ്ക്കാണ് ഫ്രം 1 to 5 ഒന്ന് റാങ്ക് ചെയ്യണം. ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് റാങ്ക് ഏത് ഗാഡ്ജറ്റിന് കൊടുക്കും എന്നുള്ള തരത്തിൽ നിങ്ങൾ റാങ്ക് ചെയ്യും. അപ്പോഴത്തേക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.